മൂന്നാം ക്ലാസ്സിലെ റീഡ് ആൻഡ് റിജോയ്സിലെ ഒരു കുഞ്ഞ് പിക്ചർ സ്റ്റോറിയാണ്. നോക്കാം. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. കരടിയും ധൈര്യശാലിയായ പെൺകുട്ടിയും. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. They went to the jungle to collect firewood. A hut in the jungle. Who is inside? Let me see. Who are you? Why are you here? I'm sorry, I lost my way. Well, I was in search of a cook. You are my cook from today onwards. Oh, please let me go. My grandma is alone at home. No, go to the kitchen and bake me some cakes. Oh, I'm trapped. I must play a trick to save myself. അപ്പോൾ ദയ വെൻ ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. ദയ കാട്ടിലേക്ക് പോയി. ജംഗിൾ എന്ന് പറഞ്ഞാൽ കാട്, ഫോറസ്റ്റ് എന്നും പറയും. അപ്പോൾ ദയ വെൻ ടു ദ ജംഗിൾ, കാട്ടിലേക്ക് പോയി. എന്തിനാണ്? ടു കളക്ട് ഫയർവുഡ്, വിറക് കളക്ട് ചെയ്യാൻ, വിറക് ശേഖരിക്കാൻ. എ ഹട്ട് ഇൻ ദ ജംഗിൾ. ഹൂ ഈസ് ഇൻസൈഡ്? ലെറ്റ് മീ സീ. ഒരു ഹട്ട്. എ ഹട്ട് എന്ന് പറഞ്ഞാൽ കുടിൽ. ഇൻ ദ ജംഗിൾ, കാട്ടിലൊരു കുടിൽ. ഹു ഈസ് ഇൻസൈഡ്? ആരാണ് അകത്ത്? ലെറ്റ് മീ സീ, നോക്കാം നമുക്ക്, ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ. ലെറ്റ് മീ സീ. ഹു ആർ യു? വൈ ആർ യു ഹിയർ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ദയ ആ ഹട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അന്നേരം ഒരു ബെയർ അവിടെ ഉണ്ടായിരുന്നു. ഹു ആർ യു? വൈ ആർ യു ഹിയർ? നീ ആരാണ്? നീ എന്താ ഇവിടെ? ഐ എം സോറി, ഐ ലോസ്റ്റ് മൈ വേ. അപ്പോൾ ദയ എന്ത് പറഞ്ഞു? എന്നോട് ക്ഷമിക്കൂ, ഐ ലോസ്റ്റ് മൈ വേ, എനിക്ക് എൻ്റെ വഴി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റി. വെൽ, ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ കുക്ക്. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. നന്നായി. ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ കുക്ക്. ഞാനൊരു കുക്കിനെ, പാചകക്കാരനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്ന് മുതൽ നീ എൻ്റെ കുക്കാണ്, പാചകക്കാരിയാണ്. പ്ലീസ് ലെറ്റ് മീ ഗോ. മൈ ഗ്രാൻഡ്മ ഈസ് അലോൺ അറ്റ് ഹോം. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ എന്നെ പോകാൻ അനുവദിക്കൂ. മൈ ഗ്രാൻഡ്മ ഈസ് അലോൺ അറ്റ് ഹോം. എൻ്റെ ഗ്രാൻഡ്മ, എൻ്റെ മുത്തശ്ശി വീട്ടിൽ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. ഇല്ല, വേഗം അടുക്കളയിൽ പോയി എനിക്ക് കുറച്ച് കേക്ക് ബേക്ക് ചെയ്ത് കൊണ്ടുപോവാ, കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോവാ. ഐ എം ട്രാപ്ഡ്. ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. അപ്പം എന്താ വിചാരിക്കുന്നത്? ഞാൻ പെട്ടുപോയി, എന്തായാലും ഒരു ട്രിക്ക്, ഒരു സൂത്രം പ്രയോഗിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് ദയ മനസ്സിലാക്കി. ദയ ബേക്ക് സം കേക്ക്സ്. ദ ബെയർ എൻജോയ് ദ ഡെലീഷ്യസ് കേക്ക്. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗിവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ. പാക്ക് ഇറ്റ്. Idea. I will hide inside the hamper. Okay. The bear entered the village. Dogs. The bear was afraid. It put the hamper there and ran away. Daya came out of the hamper. My trick worked. അപ്പോൾ എന്താണ്? Daya baked some cakes. The bear enjoyed the delicious cake. Daya കേക്കൊക്കെ ബേക്ക് ചെയ്ത് കൊടുത്തു. കരടി ആ ഡെലീഷ്യസ്, നല്ല രുചികരമായ കേക്ക് ആസ്വദിച്ചു. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗിവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. ദയവ് ചെയ്ത് എന്നെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കൂ, എന്നിട്ട് എനിക്ക് എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഈ കേക്ക് കൊടുക്കണം. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. എന്ത് വേണ്ട, നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ. ഞാനിത് നിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോളാം. പാക്ക് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവൾക്കൊരു ഐഡിയ തോന്നി. ഐഡിയ. ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. ഒരാശയമുണ്ട്. എന്താണ്? ഞാൻ ഈ ബാസ്ക്കറ്റിനകത്ത്, ഈ ഹാമ്പർ എന്ന് പറഞ്ഞാൽ ഈ സമ്മാനം കൊടുക്കുന്ന അല്ലെങ്കിൽ കേക്ക് കൊടുക്കുന്ന കൊട്ടയ്ക്കാണ് പറയുന്നത്, ഉള്ളിൽ ഒളിച്ചു നിൽക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. ഓക്കെ. ദ ബെയർ എൻറ്റേർഡ് ദ വില്ലേജ്. ബെയർ ആ ഗ്രാമത്തിൽ പ്രവേശിച്ചു. അപ്പോൾ കണ്ടത് എന്താണ്? ഡോഗ്സ് ആർ ലുക്കിംഗ് അറ്റ് ഹിം ആൻഡ് ബാർക്കിംഗ് അറ്റ് ഹിം. അപ്പോൾ ബാർക്കിംഗ് ഡോഗ്സ് അവിടെ ഉണ്ട് അല്ലേ, കുറച്ചുകൊണ്ട് പട്ടികൾ നിൽക്കുന്നുണ്ട്. ദ ബെയർ വാസ് അഫ്രൈഡ്. അത് കണ്ടപ്പോൾ നമ്മുടെ കരടി പേടിച്ചു. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദോർ ആൻഡ് റാൻ അവേ. അത് ആ കൊട്ടയ്ക്ക്, ആ ബാസ്ക്കറ്റ് അവിടെ വെച്ച് ഓടിപ്പോയി. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. ദയ ആ കൊട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. മൈ ട്രിക്ക് വർക്ക്ഡ്. എന്തായി, എൻ്റെ സൂത്രം നടന്നു എന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുകയാണ്. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്.